ഞാൻ കേശവർദ്ധിനിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നിരവധി കമൻറ്റുകൾ വന്നു. പലർക്കും പല സംശയങ്ങളായിരുന്നു. ഈ കേശവർദ്ധിനിയുടെ പൂവ് വളരെ ഭംഗിയുള്ളതാണ് കാണാൻ. ഇത് നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തി ഗാർഡൻ നല്ല ഭംഗിയുള്ളതാക്കാൻ പറ്റും. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാത്തത്, എനിക്ക് ഈ ഒരു ഫ്ലവറിലും ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഈ ഇലകൾ തന്നെയാണ്. ഈ ഇലകൾ അരച്ചെടുത്ത് നമ്മുടെ ഹെയർ പാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ ഇത് നല്ലതുപോലെ ബലപ്പെടുത്തും. കട്ടിയുള്ള മുടി വളരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ലൊരു പായ്ക്കാണ്, നമ്മുടെ അകാല നര അകറ്റുവാനുള്ള നല്ലൊരു പായ്ക്ക് കൂടിയാണ് കേശവർദ്ധിനി. ഇതിൻ്റെ ഇലകൾ എണ്ണയിൽ കാച്ചി, വെളിച്ചെണ്ണയിൽ കാച്ചി ഹെയർ ഓയിലായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു തലയിലുള്ള മസാജ് വഴി നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഈ ഒരു കേശവർദ്ധിനി നമ്മൾ എടുക്കുമ്പോൾ അതിന് യാതൊരു സൈഡ് എഫക്റ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നിട്ടില്ല. എന്നാൽ ഏതൊരു വസ്തുവും ഉപയോഗിക്കുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലരിലെങ്കിലും ചില പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കാരണം ഇത് ഒരു വിഷമയമോ അല്ലെങ്കിൽ മറ്റ് യാതൊരു കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ചെടിയും അതിൻ്റെ ഇലകളും പൂവും എല്ലാം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇലകളിലും ഉണ്ട് നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇലകൾ നമ്മൾ കയ്യിലൊന്ന് അല്പം ഒന്ന് ഞെരടി ഒന്ന് മണത്ത് നോക്കിയാൽ ആ ഒരു കേശവർദ്ധിനിയുടെ ഒരു നല്ല സുഗന്ധം നമുക്ക് കിട്ടും.